പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ്സ് പത്തനംതിട്ടയിൽ ആറന്മുളയിലും റാന്നിയിലും കോന്നിയിലും മന്ത്രിസംഘം എത്തും. പ്രതിഷേധങ്ങൾക്കിടെ ജില്ലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലത്തെ പ്രഭാത നടത്തം, മന്ത്രിമാരുടെ പ്രഭാത നടത്തം മുതൽ നമ്മൾ തുടങ്ങുന്നതാണ്. ഇന്നും അങ്ങനെയാണോ തുടക്കം? സ്മിത, പത്തനംതിട്ടയിലും അങ്ങനെ തന്നെയാണ് തുടക്കം. രാവിലെ കുറച്ച് ചെറിയ മഴച്ചാറ്റലുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ നവകേരള സദസ്സ് സജീവമാണ് ചർച്ചകളുമായിട്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധം, ഗവർണർ വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ മന്ത്രിമാർ ഇതിനോടൊപ്പം തന്നെ 24 പ്രതികരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മന്ത്രി കെ രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. മിനിസ്റ്റർ, നടത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. മിനിസ്റ്റർ, ഇതിനകത്ത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ആലപ്പുഴയിൽ ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, വലിയ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഞങ്ങള് പ്രത്യേകിച്ച് ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രതിഷേധങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാനോ അല്ലെങ്കിൽ അതിനെ മർദ്ദിച്ചൊതുക്കാനൊന്നും തീരുമാനിക്കുകയും ചെയ്തിട്ടില്ല. ആ വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം ചില മർദ്ദനങ്ങൾ ഇത്തരം ചില പ്രതിഷേധങ്ങൾ വാഹനത്തിന്റെ മുമ്പിലേക്കൊക്കെ ചാടി ആളപായം ഉണ്ടാകാവുന്ന വിധത്തിൽ വരുമ്പോൾ അതൊന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നല്ലാതെ ഏതെങ്കിലും വിധത്തിൽ ബോധപൂർവമായി തീരുമാനിച്ച് പ്രതിഷേധ സമരങ്ങളെ ഒന്നും ഇല്ലാതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു അനുഭവമില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ മഹത്തായിട്ടുള്ള യാത്രയെ അല്ലെങ്കിൽ നവകേരള സദസ്സിനെ അത് ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാനപരമായ ആശയത്തെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊടുക്കുന്നതിന് പകരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് തികച്ചും അപമാനകരമാണ്. അത് ജനങ്ങൾ ആർത്ഥത്തിൽ തന്നെ അതിൽ പ്രതിഷേധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലത്തെ അവസാനത്തെ യോഗത്തിലും പറഞ്ഞത്, ഞങ്ങളൊരു ചർച്ചയ്ക്ക് വേണമെങ്കിൽ തയ്യാറാണ്. ഏതെങ്കിലും വിധത്തിൽ ജനസദസ്സുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ പ്രതിപക്ഷമായോ അതിലാരെങ്കിലുമായോ ഒരു ചർച്ചയ്ക്കും ഒരഭിപ്രായ ഐക്യത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന അഭിപ്രായം നേരത്തെ മുതലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കാരണം കൂട്ടിച്ചേർത്തൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇന്ന് പ്രതികരിച്ച മന്ത്രിമാരൊക്കെ പറഞ്ഞൊരു കാര്യം, അതായത് ഒരു ഗവർണർ പ്രതിപക്ഷ മുന്നണി സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. അവർ സംസ്ഥാനത്ത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞത്, നേരത്തെ മുതൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റ് അതിന് ലഭിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ അവകാശങ്ങളെ ലംഘിക്കാനും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭരണത്തെ സുഗമമല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2018 പ്രളയത്തിൽ, കോവിഡിൽ, തുടർന്ന് കേരളത്തിൽ ED, എൻഫോഴ്സ്മെന്റ്, CBI എല്ലാവരും ആറാട്ട് നടത്തി, ഒന്നും ഉണ്ടായില്ല. പലതരത്തിലുള്ള കേരളത്തിനോടുള്ള ദ്രോഹം അങ്ങനെയാണ് നടത്തുന്നത്. അതിന്റെ കൂട്ടത്തിലൊന്നായി ഗവർണറെ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ഘട്ടത്തിൽ നാം ആലോചിക്കേണ്ടത്, കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള താൽക്കാലിക തർക്കത്തിന്റെ വേദിയാണോ ഇത്, അതോ കേരളത്തിന്റെ അവകാശം സംരക്ഷിക്കാനുള്ള ഒരു സമരമാണോ? കേരളം ആവശ്യപ്പെടുന്നത് കേരളത്തിന് ലഭിക്കേണ്ട കേരളത്തിന്റെ വിഹിതം, കേരളത്തിന്റെ അവകാശങ്ങൾ കേരളത്തിന് ലഭ്യമായേ മതിയാകൂ. ആ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി, രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനും ജാതിക്കും അതീതമായി ഒരു മുന്നോട്ട് പോക്കുണ്ടാകണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അതിലെന്താണ് തടസ്സം? മറ്റു കാര്യങ്ങളൊക്കെ തർക്കിക്കാം. നമുക്ക് ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ, ഗവൺമെന്റിന്റെ വിഷയങ്ങൾ, ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. പക്ഷെ നവകേരള സദസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയത്തിനോട് ഏതു വിധത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? കേരളത്തിന് വിഹിതം കിട്ടേണ്ടതില്ല എന്ന് പ്രതിപക്ഷത്തിന് അഭിപ്രായമുണ്ടോ? കേരളത്തിന് ദുരന്തത്തിന്റെ കാലത്ത് കേരളത്തിന്റെ അവകാശങ്ങളെ, കേരളത്തിന്റെ സൗകര്യങ്ങളെ വെട്ടിക്കുറച്ചതിനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? കോവിഡ് കാലത്ത് കേരളത്തിന് നൽകിയിട്ടുള്ള അരി ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളുടെയും പണം എടുത്തുകൊണ്ടുപോയതിനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? കേരളത്തിന് നൽകേണ്ട ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചതിനെ കുറിച്ച് അഭിപ്രായമുണ്ടോ? ഇത് പറയുന്നില്ല. നവകേരള സദസ്സിനെതിരെ ഒറ്റപ്പെട്ട സമരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗവർണർ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ് ആകെ നടത്തുന്ന കേരള വിരുദ്ധമായ നടപടികളോട് പ്രതിപക്ഷം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ മനസ്സ് എവിടെയാണെന്ന് വേണം കരുതാൻ. അതാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഏതു വിധത്തിലുള്ള കൂടിയാലോചനകൾക്കും തയ്യാറാണ്. പക്ഷെ ആ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പറയുന്നത് ഒരു ആലോചനകൾക്കും ഞങ്ങൾ തയ്യാറല്ല, ഒരു സന്ധിയുമില്ല. എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് അദ്ദേഹം പറയുണ്ടായി, കേരളത്തിന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരുമായി കൂടിച്ചേർന്നിട്ടുള്ള ചെറിയ നിലപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം നിലപാട് മാറുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞു, ഷഫീദ് റാവുത്തറോട് മന്ത്രി കെ രാജൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണയുള്ള പ്രഭാത സവാരിക്കിടയിലാണ് സംസാരിക്കുന്നത്. നവകേരള സദസ്സ് ഇന്ന് പത്തനംതിട്ടയിലാണ്. അതിൻ്റെ ഒരു തുടക്കം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മന്ത്രി. കാരണം ഈ നവകേരള സദസ്സിനെതിരെ മാത്രമാണോ ഇത്രയ്ക്ക് പറയാനുള്ളത്? മറ്റെന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, പ്രധാനപ്പെട്ട പല വിഷയങ്ങളും. അതിലൊന്നും തന്നെ ഇടപെടാത്ത പ്രതിപക്ഷം നവകേരള സദസ്സ് തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്, അല്ലേ? അതെ. 24
5-ന്റെ വജ്രത്തിളക്കം.